യുടെ ആശയം ഇവിടെ നിലനിർത്തിയത്. കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. എന്താണതിന് പ്രധാന കാരണം? ബിദ്അത്തുകാർക്ക് സലാം ചെല്ലാനോ അവരുടെ സലാം മടക്കാനോ പാടില്ല എന്ന് ഒരു പാഠം ഉണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠത്തിൽ ഉണ്ടായിരുന്നു. ഇടക്ക് രാഷ്ട്രീയക്കാരൊക്കെ കൂടി ഇങ്ങോട്ട് കയറി വന്നപ്പോ സമസ്തയിൽപ്പെട്ട ചിലരെ അവർ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദുമാരെ, ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറ്റൂല, അവർക്ക് സലാം ചൊല്ലിക്കൂടാ, അവർക്ക് സലാം ചൊല്ലിക്കൂടാ എന്ന് പറഞ്ഞാൽ ശരിയാവൂല. അതുകൊണ്ട് ഈ പാഠം ഒന്ന് മാറ്റണം. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് സലാം പറയാൻ പാടില്ലെന്ന് പണ്ടേ ഉലമാ പറഞ്ഞു വന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അബുൽ അലാ മൗദൂദി വ്യക്തമായി പറഞ്ഞു, അല്ലാഹു തആല കബി കബി ഉൻകെ അംബിയാओं से गुनाह करवाते हैं ताकि वो अल्लाह न समझाए. അല്ലാഹു തആല കരുതി കൂട്ടിക്കൊണ്ട് അമ്പിയാക്കളിൽ നിന്ന് ചിലപ്പോൾ തെറ്റും കുറ്റവും ചെയ്യിപ്പിക്കുന്നതാണ്. അത് ചെയ്യിപ്പിക്കുന്നത് അവർ അല്ലാഹു അല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പൊ അല്ലാഹു തആലയും സൃഷ്ടിയുമായുള്ള വ്യത്യാസം തെറ്റ് ചെയ്യലും ചെയ്യാതിരിക്കലുമാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? നഊദു ബില്ലാഹ്. അല്ലാഹു തആല 1,24,000 അമ്പിയാ മുർസലുകളെ ഇവിടെ അയച്ചത് തെറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പഠിപ്പിക്കാനാണ്. തെറ്റും കുറ്റവും ദോഷവും ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പഠിപ്പിക്കാനാണ് ഈ അമ്പിയാക്കന്മാര് മുഴുവനും വന്നത്. അതിൽപ്പെട്ട ഏറ്റവും വലിയ നേതാവും അവസാനത്തെ നബിയുമായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും തെറ്റുപറ്റിയെന്നാണ് അബുൽ അലാ മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറഞ്ഞത്. ഇവർക്കെങ്ങനെ നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുക? വേറെ ഒരു കിതാബിൽ മൗദൂദി സാഹിബ് പറഞ്ഞു, 40 വയസ്സ് വരെ മുഹമ്മദിൽ നിന്ന് ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നു. 40 വയസ്സ് കഴിഞ്ഞപ്പോൾ അതൊക്കെ അള്ളാഹ് വിട്ടുപുറത്ത് കൊടുത്തിട്ട് നന്നാക്കി കൊണ്ടുവന്നതാണ്. നഊദു ബില്ലാഹ്. ഇത് കടുത്ത തെറ്റാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, വഖദ് ലബിത്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി ഫലാ തഅഖിലൂൻ എന്ന ആയത്ത്. ഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, കളവാകാൻ സാധ്യതയുള്ള വല്ല വാക്കും 40 കൊല്ലത്തിനിടയിൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ ശത്രുവാണ് അന്ന്. എന്നിട്ട് പോലും പറഞ്ഞു, ലാ ലാ, അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, അകലെ എല്ലാ വൻദോഷത്തിൽ നിന്നും ചെറുദോഷത്തിൽ നിന്നും എല്ലാ വിധേനയും പരിശുദ്ധമായ നിലക്ക് വളർത്തിക്കൊണ്ടുവന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റുകുറ്റം ചെയ്യുമെന്ന് പറയുന്നവർക്ക് സലാം പറഞ്ഞുകൂടാ എന്ന് സുന്നത്ത് ജമാഅത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ സലഫികളുടെ സൽസബീൽ എന്ന് പറയുന്ന മാസിക, അതിന്റെ 1-ാം പുസ്തകത്തിന്റെ 3-ാം ലക്കം 33-ാമത്തെ പേജിൽ കാണാം, ഒരു മനുഷ്യൻ ഒരു ടവൽ, ഒരു ഉർമാൽ എടുത്തുകൊണ്ട്
അതിങ്ങനെ 100 വട്ടം കഴുകിക്കൊണ്ടിരുന്നു. ഈ കാണുന്ന ടവല് 100 വട്ടം ഒരു ദിവസം ഇങ്ങനെ അലക്കുക. ഇതെന്താ മനുഷ്യൻ പറയാ, അയാളൊരു ഭ്രാന്തനാണ്. 100 വട്ടത്തിലാണ് അലക്കുന്നത്. അതുപോലെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യസ്തഗ്ഫിറു ഫീ കുല്ലി മിഅത മറ. ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന ഹദീസ് നമുക്ക് കാണാം. ഈ ഹദീസ് കണ്ടിട്ട് സലഫിയുടെ മൗലവി പറയുന്നു, ദോഷം ചെയ്യാതെ പിന്നെന്തിനാ പൊറുക്കള്ളത്തേളുന്നത്? അതുകൊണ്ട് മുഹമ്മദ് നബി ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന് സഹോദരന്മാരെ അവരെഴുതുകയാണ്. അവർക്കെങ്ങനെയാണ് നമ്മൾ അസ്സലാമു അലൈക്കും പറയുക? ഒരിക്കലും പറയാൻ നിവൃത്തിയില്ല. വേറെ ഒരു മൗലവി ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, തിരുത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ തിരുത്തെന്ന പുസ്തകത്തിൽ പറയുന്നത്, അള്ളാഹുവിനെ പറ്റി എനിക്ക് മനസ്സിലാകുന്നതിന്റെ മുമ്പ്, അറിയുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന് പ്രത്യേക സ്ഥലമില്ല എന്ന് ഞാൻ പറഞ്ഞു പോയതാണ്, എഴുതിപ്പോയതാണ്. അത് ഞാൻ തിരുത്തി എഴുതുന്നു. അള്ളാഹുവിനെ പറ്റി മനസ്സിലായപ്പോഴാണ് അവൻ ഒരു സിംഹാസനസ്ഥനാണ്, ഒരു വലിയ കസേലയിൽ കയറിയിരിക്കുന്നവനാണ് എന്ന് മനസ്സിലായത് എന്ന് തിരുത്തി എഴുതിയ മൗലവിക്ക് എങ്ങനെ നമ്മൾ അസ്സലാമു അലൈക്കും പറയും? അത് പറയാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും ഞാനും ആലോചിക്കണം. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു കേവല സാധാരണ മനുഷ്യനാണ്, അവിടത്തേക്ക് പ്രത്യേകതയില്ല എന്ന് പറയുന്ന ഈ സലഫി വിഭാഗത്തിന്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് സലാം പറയരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതിന്റെ മുമ്പ് വിദ്യാഭ്യാസ ബോർഡിൽ എഴുതി വച്ചിട്ടുള്ളതാണ്. ഇത് തിരുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ പറഞ്ഞു, അത് മാറ്റാണ്ട് പറ്റൂല, ഇപ്പോഴത്തെ ആളുകളുടെ ഇടയിൽ ഇതൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഒരാൾ പറഞ്ഞു, നമുക്ക് ആ പാഠം എടുത്തു കളയാം. അപ്പൊ ജനറൽ സെക്രട്ടറി പറഞ്ഞു, പാഠം എടുക്കാമെന്ന് കണ്ട ബുക്ക് തന്നെ അങ്ങോട്ട് മാറ്റിക്കളയാം. അവിടെയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഗർജിക്കുന്ന സിംഹത്തെ പോലെ കസേലയിൽ നിന്ന് എഴുന്നേറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വിരുദ്ധമായി ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല, അതൊരു കഷ്ണം എടുക്കാൻ പാടില്ല, ഒരു വരി പോലും മാറ്റാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞത്. അതാണ് കറാമത്ത്. അതാ കറാമത്ത്. അത് വലിയ കറാമത്ത് അതാണ്, സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ. അപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അത് വേണ്ടത് ചെയ്യാൻ സെക്രട്ടറിനെ അധികാരപ്പെടുത്തുന്നു. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 10 ആള് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു, മറ്റത് 11 ആളുണ്ട്. അതാ ഭൂരിപക്ഷം. 11 13 ആളുണ്ട് അന്ന്. ഏതായിരുന്നാലും ഞങ്ങൾ ഭൂരിപക്ഷ പ്രകാരം അത് തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ താജുൽ ഉലമ പറഞ്ഞു, അങ്ങനെ ദീനിനെതിരായ ഒരു തീരുമാനം ഭൂരിപക്ഷം കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങളിനി ഈ കസേരയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് സഹോദരങ്ങളെ. അങ്ങനെ ഇറങ്ങിയിട്ട് കാറിൽ കയറിയ സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വലിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ രക്ഷപ്പെടുത്താൻ, അതിന്റെ എതിരാളികളോട് എതിർക്കാൻ സ്ഥാപിതമായ സംഘടനയാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ സംഘടനയെ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തിരിച്ചു കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ അതിൽ നിന്നിട്ട് കാര്യമില്ല.
അതുകൊണ്ട് യഥാർത്ഥ ഒരവസ്ഥയിലേക്ക് വരുന്ന കാലത്തല്ലാതെ ഞങ്ങളെ ഇനി ഈ ഓഫീസിലേക്ക് മടക്കണ്ട, ഞങ്ങൾ വേറെ ഖിദ്മത്ത് ചെയ്തു കൊള്ളാമെന്ന് അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് കണ്ണുനീര് വാർക്കുകയായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി വിളിക്കുകയും സംഘടന ഉണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ആരംഭിച്ച് നടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, ഇന്നത് വളർന്ന് പന്തലിച്ച് വികസിച്ച് ധാരാളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ കീഴില് എത്രയാണ് വിദ്യാഭ്യാസ ബോർഡ്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയുടെ കീഴിൽ 8000-ഓളം മദ്രസ കേരളത്തിൽ തന്നെ ആയി. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ മദ്രസകൾ കർണാടകത്തിലും യുപിയിലും ബീഹാറിലും കാശ്മീരിലും ഉത്തർപ്രദേശിലും എല്ലാ സ്ഥലത്തും മധ്യപ്രദേശിലും മുഴുവൻ തലങ്ങളിലും അത് പകർത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് പഠിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും വളച്ചു വെക്കാൻ പറ്റില്ല, മറച്ചു പറയാൻ പറ്റില്ല, ഒന്നും തിരുത്തി പറയാൻ പാടില്ല. അതൊന്നായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അതേ നിലക്ക് തന്നെ നിലനിർത്തണമെന്ന് പറഞ്ഞ ആ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ അന്നത്തെ നെഞ്ചൂക്ക് ഞങ്ങൾ ആലോചിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളന്ന് അത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ പരിഭ്രമചിത്തരായി പോകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം നിലനിർത്താനുള്ള ഏറ്റവും വലിയ ആജ്ഞയും നെഞ്ഞൂക്കും അവിടുത്തെ കറാമത്തിൽപ്പെട്ട വലിയ കറാമത്താണ് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സാധാരണക്കാരുടെ കറാമത്ത് വേറെ പല കറാമത്തുകളുണ്ട്. ഞാൻ നിർത്തുന്നു, എന്റെ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ സംഭവം കൂടി പറയാം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദലായിലുൽ ഖൈറാത്ത് എല്ലാ ദിവസവും ചെല്ലുന്ന ആളാണ്. ഒരൊറ്റ ദിവസവും ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്ത് ചെല്ലാതെ തങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവുകയില്ല. തങ്ങളത് ചെല്ലാൻ തുടങ്ങിയത് മുതൽ എന്നാണ് നമ്മുടെ ധാരണ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദലായിലുൽ ഖൈറാത്തിനോട് വലിയ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഒരു ദിവസം ഒരാൾ നല്ല അറബിയിൽ നിന്ന് അച്ചടിച്ച മിനുസമുള്ള കടലാസും നല്ല മനോഹരമായ ഒരു കിതാബ് തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. തങ്ങളെ നല്ല അച്ചടിയിലുള്ള ഒരു ദലായിലുൽ ഖൈറാത്ത് തങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തങ്ങളത് വാങ്ങി അങ്ങനെ അവിടെ ഇരിക്കുന്ന ബെഞ്ചിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ് 2-ാമത്തെ ദിവസം അല്ലമോ 3-ാമത്തെ ദിവസമോ തങ്ങളെ ഹാദിമായ അബ്ദുൽ കരീമിനെ വിളിച്ചിട്ട് പറയുന്നു, കരീമേ, ഈ കിതാബ് ഒന്ന് കൊണ്ടുപോയി നോക്ക്, എന്താ അതിലത്തിലെ പ്രത്യേകത എന്ന് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. കരീമിനുണ്ടോ ദലായിലുൽ ഖൈറാത്തിന്റെ പ്രത്യേകത അറിയുന്നത്? പക്ഷേ കരീം പോയി നോക്കിയപ്പോൾ ആ ദലായിലുൽ ഖൈറാത്തിന്റെ വലഭാഗത്തെ ചട്ട അതിങ്ങനെ കത്തികൊണ്ട് മുറിച്ച് അതിന്റെ ഒരു പകുതി ഭാഗം പൊളിച്ചെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഒരു നല്ല സിഹർ ചെയ്ത സാധനം ഒട്ടിച്ചിരിക്കുന്നു. സിഹർ ചെയ്ത് തങ്ങളെ ബുദ്ധി കേടുവരുത്താൻ വേണ്ടി സിഹർ ചെയ്ത ഒരു സാധനം ഒട്ടിച്ച് എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ ഒട്ടിച്ച് കളഞ്ഞു. ഇത് കാണിച്ചു കൊടുത്ത് വായിച്ചു നോക്കുമ്പോ അതാ ശൈത്താന്റെയും ജിന്നിന്റെയും പല സാധനങ്ങളുടെയും പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സിഹർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കണ്ടുപിടിക്കാൻ 2 ദിവസം കൊണ്ട് അത് കണ്ടുപിടിക്കാൻ, അത് നോക്കാൻ അല്ലാഹു തആല തങ്ങൾക്ക് തോന്നിപ്പിച്ചത് അവിടുത്തെ കറാമത്ത് തന്നെയാണ്. പക്ഷേ ആ കറാമത്തിനേക്കാളെല്ലാം വലിയ കറാമത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതാണ്. ഈ കർണാടക സ്റ്റേറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ വന്ന കാലത്തുള്ള ജനങ്ങൾ ഇപ്പൊ കുറവാണ്, ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ചെറുപ്പക്കാർക്ക് അറിയില്ല. ആ കാലത്ത് എത്രയെത്ര മദ്രസകൾ, എത്ര പള്ളികൾ, എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. സുബ്ഹാന ജല്ല ജലാലുഹു.
അതെല്ലാം അവിടുത്തെ കറാമത്തുകൾ തന്നെ. ഏതായിരുന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, സഹാബത്തിന്റെ കറാമത്ത്, ഔലിയാക്കളുടെ കറാമത്ത്, ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കറാമത്ത്, ഈ കറാമത്തുകൾ കൊണ്ടാണ് ദീൻ ഇവിടെ നിലനിന്നത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് നിലനിന്നത്. അതുകൊണ്ട് തന്നെ ആ ഔലിയാക്കളുടെ കറാമത്ത് പഠിപ്പിക്കുന്ന, ഔലിയാക്കളുടെ ചരിത്രം പഠിപ്പിക്കുന്ന, ഔലിയാക്കളുടെ നന്മകൾ പഠിപ്പിക്കുന്ന ക്ലാസുകളും അതുപോലെ നല്ല നിലക്കുള്ള ഉപദേശങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക, ജനങ്ങളെ നന്നാക്കിയെടുക്കുക. എൻ്റെ കരടിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളോട്, ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് മനുഷ്യനെ വഴിപേപ്പിക്കാൻ വേറെ ഒരു വഴിയും ഇവിടെ നടക്കുന്നു. എല്ലാ സ്കൂളിൻ്റെയും മുറ്റത്ത് മദ്യം കലർന്ന മിഠായികൾ, മയക്കുമരുന്ന് കലർന്നിട്ടുള്ള മിഠായികൾ സ്കൂളിന്റെ മുറ്റത്ത് വിൽക്കുന്നുണ്ട്. രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ, മദ്യം കഴിക്കുന്നവർ, മയക്കുമരുന്ന് കഴിക്കുന്നവർ അവർ ബുദ്ധിയില്ലാത്തവരായി മാറിപ്പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരായ യുവാക്കളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളെ മക്കളെ മദ്യപാനികളാക്കിയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാക്കിയും മാറ്റിക്കളയാനുള്ള ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരെ മദ്യത്തിൽ നിന്ന്, മധുരാക്ഷിയിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ, നമ്മുടെ ചെറുപ്പക്കാരെ സിനിമയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ, നമ്മുടെ ചെറുപ്പക്കാരെ ആളുകളെ ചീത്ത പറയുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം നമുക്ക് ശക്തമായി വേണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അഖറബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മനുഷ്യന്മാരിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ അൻഫഉഹും ലിന്നാസി, അവരിൽ നിന്ന് മനുഷ്യന്മാർക്ക് ഫലം ചെയ്തു കൊടുക്കുന്ന, ഗുണം ചെയ്യുന്നവരാണ്. പൊതുജനങ്ങൾക്ക്, സാധുക്കൾക്ക്, പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, നഫഅ ചെയ്യുന്ന, ഫലം ചെയ്യുന്ന ആളാരാണോ അവരാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തത്. മറ്റൊരു ഹദീസിൽ കാണാം, അഖറബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ഓ ഹബീബായ നബിയേ, തങ്ങൾ ലോകത്തുള്ള മുഴുവൻ സൽസ്വഭാവികളുടെയും സൽസ്വഭാവം ഒരുമിച്ച് കൂട്ടിയതുപോലെ ഏറ്റവും വലിയ സൽസ്വഭാവത്തിന്റെ ഉടമസ്ഥരാണ് നബിയേ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക. ഓ നബിയെ, തങ്ങൾ ജനങ്ങളോട് കാണിക്കുന്ന മയവും ജനങ്ങളോട് കാണിക്കുന്ന വിനയവും അങ്ങേയറ്റത്തെ സൽസ്വഭാവവും അതാണ് ഇസ്ലാമിലേക്ക് ആളുകൾ അടുത്തു വരാനുള്ള കാരണം. മറിച്ച് തങ്ങളെങ്ങാനും ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ കടുകടുത്ത പെരുവരുത്ത സ്വഭാവിയോ ആയിപ്പോയിരുന്നുവെങ്കിൽ ജനങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് അകന്നു പോകുമായിരുന്നു നബിയേ. ആളുകളെ കിട്ടൂല. ആളുകളെ കിട്ടിയത് അങ്ങയുടെ സൽസ്വഭാവവും വിനയവും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കരളിൻ്റെ ഘട്ടങ്ങളായ ചെറുപ്പക്കാരോട്, യുവാക്കളോട്, പ്രത്യേകിച്ചും അല്ലാത്ത കാരണവന്മാരോടും സഹോദരന്മാരോടുമെല്ലാം വളരെ വിനയത്തോടുകൂടി ഞാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളെയും ചരിത്രം
ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീരമുള്ളവർ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു കൊടിയതായ സ്വഹീസിന്റെ കൊടി കുത്തിയ കാല് പോലെ ഒരു കാലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖിന്റെ പേരും പ്രശസ്തിയും അവിടുത്തെ ആശയവും അവിടുത്തെ ആദർശവും അതാ ഇവിടെ നിലനിൽക്കും ഖിയാമത്ത് നാൾ വരെ. ഞാൻ അത്ഭുതത്തോടുകൂടി നിങ്ങളോട് പറയട്ടെ, സൂര്യൻ ഉദിക്കുന്ന ആദ്യത്തെ രാജ്യമെന്നാണ് ഫിജിയെ സംബന്ധിച്ച് പറയുന്നത്. അമേരിക്കയുടെ അടുത്താണ്, ഓസ്ട്രേലിയയോട് വളരെ അടുത്താണ്. ആ ഫിജിയിൽ ഞാനിപ്പോ അടുത്ത് സന്ദർശിച്ചു. റബീഉൽ അവ്വലിന്റെ മൗലിദ് യോഗത്തിന് വേണ്ടി ഫിജിയിലും ഓസ്ട്രേലിയയിലും അതുപോലെ ന്യൂസിലാൻഡിലും എല്ലാം ചെന്ന് അവിടെ എല്ലാം മൗലിദ് യോഗങ്ങൾ, ബഹുജോറായ മൗലിദ് യോഗങ്ങളാണ്. മുസ്ലിമീങ്ങൾ കുറവാണ്. എന്നാലും ഉള്ള മുസ്ലിമീങ്ങളിൽ 98% സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. എല്ലാവരും മൗലിദ് നടത്തുന്നവരാണ്. സുന്നി എന്ന് പറഞ്ഞാൽ തന്നെ മീലാദി എന്നാണ് പറയുക. അവിടെ ചെന്ന് നോക്കുമ്പോ ദഫ് മുട്ടിയിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്ന ആ സ്വീകരണത്തിന്റെ ഇടയിൽ കുട്ടികൾ ചെല്ലുന്നത് അല്ലാ തിരിപ്പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് പറയുന്ന മുഹീദ്ദീൻ മാലയുടെ വരികളാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല, മലയാളം അറിയില്ല. 200 കൊല്ലം മുമ്പ് ഞങ്ങളുടെ പിതാമഹന്മാര് മലയാളത്തിൽ നിന്ന് ഇവിടെ വന്നു. ബ്രിട്ടീഷുകാരൻ ഇവിടെ ആക്രമിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടുവന്നതായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ അവിടെ നിലനിൽക്കാൻ അള്ള കണക്കാക്കിയത് കൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാര് ആ കാലം മുതൽക്ക് ചെല്ലി വരുന്നതാണ് മുഹീദ്ദീൻ മാലയും മങ്കൂസ് മൗലൂദും ഷറഫല്ലനാമും യാ നബിയുമെല്ലാം എന്നവർ മറുപടി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമുണ്ടോ അവിടെ മുഴുവനും ഗൗസുൽ പേര് പറയപ്പെടുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളെ, ആരിഫീങ്ങളെ പേര് പറയപ്പെടുന്നു. അവരുടെ പാത അനുസരിച്ച് ജീവിക്കുന്ന, കള്ളു കുടിക്കാത്ത, വ്യഭിചരിക്കാത്ത, പലിശ വാങ്ങാത്ത നല്ല ജനങ്ങളായി നമ്മുടെ ജനങ്ങൾ വളർന്നു വരണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞങ്ങൾ ഒരു നല്ല തീരുമാനമെടുത്തിട്ടാണ് വന്നത്. ഞാൻ സന്തോഷം കൊണ്ട് പറയുകയാണ്, ഇവിടെ നമ്മുടെ പെൺകുട്ടികൾക്ക് മംഗലാപുരം അടുത്തൊരു സ്ഥാപനമില്ലാത്തത് കൊണ്ട് നല്ലൊരു സ്ഥാപനം ഇൻഷാ അല്ലാഹ് അത് ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തത് ഞാൻ അല്ല, എന്റെ അധ്യക്ഷതയിലാണെങ്കിലും ബഹുമാനപ്പെട്ട വൈ അബ്ദുള്ള കുഞ്ഞി സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനത്തെ നേതാക്കന്മാര് വേണം, 2 കൂട്ടരും വേണം. ഉലമാക്കളും ഉമറാക്കളും കൂടുമ്പോഴാണ് കാര്യം. അങ്ങനെ അദ്ദേഹവും അതുപോലെ റഷീദ് ഹാജി സാഹിബ് അവറുകളും അതുപോലെ മറ്റ് മുംതാസ് അലി സാഹിബ്, അങ്ങനെ തുടങ്ങി നമ്മുടെ ഹൈദർ സാഹിബ്, എല്ലാ പൗരമുഖ്യന്മാരായ ആളുകളും ചേർന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം, എല്ലാവരുടെയും ദുആ വേണം. ഏത് കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല 1 സെക്കൻഡ് കൊണ്ട് തരാനും 1 സെക്കൻഡ് കൊണ്ട് ഇല്ലാതെയാക്കാനും കഴിവുള്ളവരല്ലേ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മേൽ പരമേൽപ്പിച്ച്, അള്ളാഹുവിന്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളും ഞാനും പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം. സജീവമായി പ്രവർത്തനത്തിൽ ഇറങ്ങണം. അങ്ങനെ ധാർമ്മിക മൂല്യം മുറുകെ പിടിക്കാൻ, അധാർമികതയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, അക്രമത്തിൽ നിന്നും അനീതിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ നമ്മളെല്ലാവരും ഒന്നായി പ്രവർത്തിക്കുകയും
ചെറുപ്പക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് സ്ഥാപിതമാകും. ഇവിടെ ഇപ്പോൾ തറക്കല്ലിട്ട സ്ഥാപനം, അതിന് നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ നല്ല സംഖ്യ സഹായിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശത്തെയും നീ പൂർത്തിയാക്കി തരണം റഹ്മാനേ. മാപ്പ നന്നായാലും മക്കള് നന്നാവും. സാധാരണ സ്വഭാവം അങ്ങനെയാണ്. അബ്ദുള്ള കുഞ്ഞി സാഹിബിന്റെ പിതാവ് വലിയ കടുത്ത സുന്നിയായിരുന്നു. വലിയ സുന്നി. എന്ത് പറഞ്ഞാലും അതിനെതിര് പറയാൻ സമ്മതിക്കൂല. അബ്ദുള്ള കുഞ്ഞി സാഹിബ് ഇപ്പോ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ കാർന്ന് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ AP ഉസ്താദിന്റെ കൂടെയാണുള്ളത്, ഞങ്ങളിവിടെ ഒരു പരിപാടിക്ക് പോവുകയാണ്, നീയും ഇടക്കിടക്ക് ഇതുപോലുള്ള പരിപാടിക്കൊക്കെ വരികയും നമ്മളെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യണമെന്ന് മകനോട് ഉപദേശിക്കുകയാണ് ബാപ്പ. അല്ലാഹു തആല അന്നലക്ക് മക്കളെയും നമ്മുടെ എല്ലാവരും മക്കളെയും അല്ലാഹു തആല ആക്കിത്തരട്ടെ. നമ്മുടെ എല്ലാ മക്കളെയും അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാവരെയും ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിനായി ആഫിയത്തോടെ ഇസ്സത്തോടെ ദീർഘ ആയുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലാ. കാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ ഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ മക്കൾക്കും മക്കളെ മക്കൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും ഞങ്ങളെ പ്രിയക്കാർക്കും നൽകല്ലേ അല്ലാ. എല്ലാ പ്രവൃത്തിയിലും നീ ബർക്കത്ത് ചെയ്തു തരണേ അല്ലാ. റഹ്മാനേ, ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ കണ്ടുകൊണ്ട് നോക്കിയാലെത്താത്ത അത്രയും ദൂരം സ്ഥലത്ത് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ ജനങ്ങൾക്ക് മുഴുവനും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ദിവസങ്ങളായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും വളണ്ടിയർമാർക്കും അതിൻ്റെ നേതാക്കൾക്കും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. SYS, SSF തുടങ്ങിയ സംഘടനകൾ അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അടുത്ത സമയത്ത് ഇൻഷാ അല്ലാ കർണാടക സ്റ്റേറ്റ് മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഒന്നാമത്തെ ഘടകമായി കേരള മുസ്ലിം ജമാഅത്ത് നിലവിൽ വന്നു. അതുപോലെ രണ്ടാമത്തെ ഘടകമായി കാശ്മീർ മുസ്ലിം ജമാഅത്ത് നിലവിൽ വന്നു. ഇൻഷാ അല്ലാഹ് കർണാടക സ്റ്റേറ്റ് മുസ്ലിം ജമാഅത്ത് അടുത്ത് തന്നെ നിലവിൽ വരികയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്തു തരട്ടെ. അർഹമുർ-റഹീമേ, ഞങ്ങൾക്ക് ആഫിയത്തില്ലാതെ ഒരു കാര്യവും നടക്കൂല. അതുകൊണ്ട് നീ ആഫിയത്തിനെ ഏറ്റിത്തരണേ അല്ലാ. ആഫിയത്തിനെ ഏറ്റിത്തരണേ അല്ലാ. ഇസ്സത്തിനെ ഏറ്റിത്തരണേ അല്ലാ. ഹക്കിനെ ഹക്കായി മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളെ മക്കൾക്കും മക്കളെ മക്കൾക്കും നീ ബർക്കത്ത് നൽകണം അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറിനെ നീ സ്വർഗ്ഗതുപ്പാക്കി കൊടുക്കണം റഹ്മാനേ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും അതുപോലെ ഒക്കെ ഉസ്താദിൻ്റെയും തുടങ്ങി ഞങ്ങളുടെ ഉസ്താദുമാരുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ആലിമീങ്ങളെ എല്ലാവരുടെയും ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അർഹമുർ-റഹീമായ അല്ലാ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസലാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനത്തിൻ്റെ കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും ഹസലാക്കി തരണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. നമ്മളെ യൂട്ടി അബ്ദുൽ ഖാദർ സാഹിബ് മന്ത്രിയായിട്ടും ഇത്ര സമയം ഇരുന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്തിനെ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല ഇസ്സത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വഴിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
റഹ്മാനേ. അതുപോലെ ഞങ്ങളെ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും നീ ബർക്കത്ത് ഏറ്റിത്തരണം റഹ്മാനെ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അവിവാഹിതർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞങ്ങളെ ആയുസ് നീട്ടിത്തന്ന് അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ബിജാഹി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وبحقوق سائر الأنبياء والأولياء والصالحين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ആരും അരങ്ങണ്ട. ഏതായാലും കുറച്ച് നേരം ഒന്ന് എഴുതിയിട്ട് നിന്നിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടെ തന്നെ ഇരിക്കാം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه വസല്ലം. ഈ സലാത്ത് ഒരു ദിവസം 10 കുറയാതെ നിങ്ങളൊക്കെ ചെല്ലണം. അതിൻ്റെ അധികം എത്രയും ചെല്ലാം. അല്ലാഹു തആല സലാത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഇരിക്കുക. ഇരുന്നിട്ട് ഇങ്ങനെ വേദന ഉണ്ടെങ്കിൽ അതൊന്ന് മാറി ചെയ്യണം. Now bulletin releasing by Shaykhuna Sultanul Ulama.